നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പദവിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അണിയറയിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നാളെയാണ്. തിങ്കളാഴ്ച നിയമസഭ ചേരുമ്പോൾ അറിയാം രാഹുൽ മാങ്കൂട്ടം പുറത്താകുമോ ഇല്ലയോ എന്ന്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തൽക്കാലം കഴിയില്ല. കാരണം എത്തിക്സ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചാൽ രാഹുലിനെ പുറത്താക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദമായ മൊഴി എടുത്താൽ മാത്രമേ, രാഹുലിനോടും ചോദിക്കും എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ മാത്രമേ ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുകയുള്ളൂ. രാഹുലിനപ്പോൾ മറു ചോദ്യം ചോദിക്കാം. അതെ, ഇതുപോലെ തന്നെ സമാനമായ കുറ്റം ചെയ്തിട്ടുള്ള സഭയിൽ ഇപ്പോഴും ഇരിക്കുന്നവർ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ രണ്ട് കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ രാഹുലിന് ചോദിക്കാം. മാത്രവുമല്ല, കോടതി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചെയ്തിരിക്കുന്ന തെറ്റുകൾ പലതും അത് തെറ്റല്ലാത്ത രീതിയിൽ വരെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് എത്ര ആൾക്കാരോട് കൂടെയും ഉഭയസമ്മതപ്രകാരം ഉള്ള ബന്ധം നടത്താം എന്നടക്കം ഹൈക്കോടതി പറയുന്ന സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് രാഹുലിന് വേണമെങ്കിൽ MLA സ്ഥാനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ, രാഹുലിനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഹുലിൻ്റെ ഈ ഒരു പുറത്താക്കൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ വെട്ടിലാക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുതിർന്ന പല റിട്ടയർഡ് SP-മാരും അതുപോലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അഭിഭാഷകർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കേസിൽ ഒരു ജെന്യൂനിറ്റി കുറയുന്നു എന്നുള്ളതാണ്. പല കേസും നിലനിൽക്കില്ല എന്ന ബോധ്യമായതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ആദ്യം മുതൽ തന്നെ പല പിശകുകളും ഉണ്ട് എന്നും, എന്നാൽ സമാനമായ സംഭവ വികാസങ്ങൾക്കൊന്നും കാണിക്കാത്ത തരത്തിൽ ധൃതിയും ഒരു അനാവശ്യ ഒരു വെപ്രാളവും പോലീസൊക്കെ ഈ കേസിൽ കാണിക്കുമ്പോൾ തന്നെ പല സംശയങ്ങളും തോന്നിയതാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല, FIR മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കൃത്യമായി തന്നെ നേരിട്ടെത്തി ഈ പറയുന്ന പരാതിക്കാരി ഒപ്പിടേണ്ട സാഹചര്യമുണ്ട്. അത് ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി മൊഴിയെടുത്തതിന് ശേഷം ഒപ്പിട്ടു എന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം വാലിഡ് ആണ് എന്ന് അറിയില്ല എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. പുറത്താക്കാനുള്ള സാധ്യത 99% ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പുറത്താക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതേസമയം ഫെനിയും കൃത്യമായ കളികൾ കളിച്ചു തുടങ്ങി എന്ന് മനസ്സിലാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയും അഭിഭാഷകയുമായ ദീപ ജോസഫ് നൽകിയ ഹർജിക്കെതിരെയാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന് ദീപ ജോസഫ് ഹർജി നൽകിയിരുന്നു. ഇതിനെതിരെ അതിജീവിത തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ വാദം കേൾക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനാണ് അതിജീവിതയുടെ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിലെ 2ാം പ്രതിയാണ് കോൺഗ്രസ് അനുകൂലിയായ ദീപ ജോസഫ്. ഇവരുടെ ഹർജിയിലെ ഉള്ളടക്കം എന്താണ് എന്ന് ഇതുവരെ വ്യക്തതയുമായിട്ടില്ല. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പുറമെ ചില ഭരണഘടനാ വിഷയങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം നിരന്തരം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും. രാഹുലിനെതിരെ DK മുരളി MLA നൽകിയ പരാതി സ്പീക്കർ AN ഷംസീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. 3ാമത്തെ പരാതിയിൽ കോടതി ജാമ്യം അനുവദിച്ചതോടുകൂടിയാണ് ജയിൽ വിട്ട രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് മുമ്പാകെ എത്തി രാഹുൽ ഒപ്പിട്ടിരുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തിരുവനന്തപുരത്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ വാക്പോർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതൊരു പീഡനമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനും നടി റിനി ആൻഡ് ജോർജും തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിലും മുറുകുന്നതിന് പുറമെ മറ്റൊരു ഭാഗത്ത് നിയമയുദ്ധവും തകൃതിയായി നടക്കുകയാണ്. മാത്രമല്ല, ഈ കേസുകൾ മറ്റ് പലരും പറയുന്നത് ഇനി ഒരു 10 കേസുകൾ കൂടി വന്നാലും 10 കേസുകളുടെ സ്വഭാവം സമാനമായിരിക്കും. അതുമാത്രമല്ല, ഏതോ ഒരു പോയിന്റിൽ നിന്നുമാണ് ഈ കേസുകളെല്ലാം വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് തീർച്ചയായും പുറത്ത് വരേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഫെനി ചൂണ്ടുന്നത് അത് റിനിയാണ് എന്നാണ് ഫെനി പറയുന്നത്. പക്ഷെ അത് ഫെനിക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും നിയമ പോരാട്ടം തുടരുകയാണ്. ഫെനിയുടെ വെടിപൊട്ടിക്കൽ ആണ് നമുക്ക് നടക്കാൻ പോകുന്നത്. എന്തായാലും സ്ക്രീൻഷോട്ട് യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. രാഹുലിനെതിരെ പരാതി നൽകിയ 3ാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്ന റിനിയുടെ വാദം പൊളിക്കാനാണ് ഫെനി നൈനാൻ രംഗത്തെത്തിയത്.
2025 ഓഗസ്റ്റ് 21 റിനി ഒരു യുവതിക്ക് കോൾ മീ ടുമാറോ എന്ന സന്ദേശം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ പക്കലുണ്ട് എന്ന് ഫെനി അവകാശപ്പെടുന്നു. 2026 ജനുവരിയിൽ മാത്രം പരാതി നൽകിയ യുവതിയെ എന്തിന് മാസങ്ങൾക്ക് മുൻപേ റിനി ബന്ധപ്പെട്ടു എന്നാണ് ഫെനിയുടെ ചോദ്യം. റിനിയുടെ അഭിനയം ഉടൻ അവസാനിക്കുമെന്നും കോടതിയിൽ മുഖംമൂടി വലിച്ചു കീറുമെന്നും ഫെനി വെല്ലുവിളിക്കുന്നു. ഫെനി നയനന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് 21 കോൾ മീ ടുമാറോ എന്ന മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന കള്ളം പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകൾക്കും ഹാജരാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. റിനിയുടെ പ്രതിരോധം നോക്കുകയാണെങ്കിൽ ഫേക്ക് അക്കൗണ്ട് കെനി എന്നാണ് പറയുന്നത്. ഫെനിയുടെ ആരോപണങ്ങളെ പച്ചക്കള്ളമെന്ന് വിശേഷിപ്പിച്ച റിനി തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തനിക്ക് വന്ന സന്ദേശങ്ങൾക്ക് നൽകിയ മറുപടിയാകാം ദുരുപയോഗം ചെയ്യപ്പെട്ടതെന്നും ആണ് റിനിയുടെ വാദം. പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്നും അവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും റിനി പറയുന്നു. തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനും തെറ്റിദ്ധാരണജനകമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിനി വ്യക്തമാക്കി. അത് ഫെനിക്ക് എതിരെയല്ല, മറിച്ച് തന്റെ പേര് ദുരുപയോഗം ചെയ്തവർക്കെതിരെ ആയിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു. റിനിയുടെ പുതിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. പ്രിയപ്പെട്ട ഫെനി നയന, ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു അതിജീവിതയെയും അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത്. ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല. കൂടുതൽ ഈ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ വിളിക്കൂ എന്ന്. അതിനൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഇത് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല. എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല. ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അത് താങ്കൾക്കെതിരെയല്ല. എൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് തെറ്റിദ്ധാരണജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു എന്നെ അപമാനിച്ചതിനാണ്. മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ്. സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും ഭയമില്ല. റിനി ആൻഡ് ജോർജിന്റെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും അവരുടെ അഭിനയം ഉടൻ അവസാനിക്കുമെന്നും ഫെനി നേരത്തെ വെല്ലുവിളിച്ചിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളെ ബലാത്സംഗമാക്കി മാറ്റാൻ ചിലർ ചേർന്ന് മെനഞ്ഞ കെണിയാണിതെന്ന് ഫെനി ആരോപിക്കുന്നുണ്ട്. വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് റിനിയുടെ നിലപാട്. തന്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണ്. പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും ആരെങ്കിലും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ തന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ലെന്നും റിനി ഉറപ്പിച്ചു പറയുന്നു. ഗൂഢാലോചനയോ രാഷ്ട്രീയ കെണിയോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കമാണിതെന്നാണ് ഫെനി ആരോപിക്കുന്നത്. ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് റിനി. ആരുടെ കയ്യിലാണ് യഥാർത്ഥ തെളിവുകൾ എന്നത് കോടതിക്ക് മുന്നിലെത്തുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നുമാണ് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം മറുകളികൾ തുടങ്ങിയിട്ടുണ്ട്. ആ കളികളുടെ ആദ്യ നീക്കമാണ് ഫെനിയിലൂടെ പുറത്തു വരുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നാളെ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിൽ നീക്കങ്ങൾ എന്തൊക്കെയെന്ന്